റംലാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് മുത്തിയ രാത്രി, ലൈലത്തുൽ ഖദ്ർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 10 വർഷത്തോളം കഴിയുമ്പോഴാണ് മോഹൻ സ്റ്റാർ സാറിൻ്റെ ക്ഷണം വരുന്നത്. നിന്റെ പിന്നാലെ നടന്നതിൽ പിണ്ണങ്ങൾ എണ്ണി, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണ്ണങ്ങൾ എണ്ണി, ഹായ് സുന്ദരി നിന്റെ പുഞ്ചിരി. ആ കാലഘട്ടം പോലെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞു പോയ ഒരു മനുഷ്യനാണ് ശങ്കർ മഹാദേവൻ സാർ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസോട്ട് ഒരു സിമിലാരിറ്റി പലർക്കും ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് എൻ്റെ ഒരു റോൾ മോഡൽ. സന്തന തെன்றலை ജന്നൽകൾ ദണ്ഡിത്ത ന്യായമാ ന്യായമാ, കാതലിൻ കേൾവിക്ക് കൺകളിൻ ബദൽ എന്ന മൗനമാ മൗനമാ. വിഷമം പിടിച്ച ഒരവസ്ഥയിലാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാളുള്ളത്. എന്നാലും ഉള്ള വിഭവങ്ങൾ കൊണ്ട് മനോഹരമായിട്ട് പെരുന്നാൾ ആചരിച്ച് ഇങ്ങനെ പോകും. ആർട്ടിസ്റ്റുകൾ ഏത് നിലക്കും എത്ര സങ്കടം വന്നാലും അത് സഹിക്കാനും, എത്ര ചെറിയ സന്തോഷങ്ങളിൽ വല്ലാണ്ട് ആഹ്ലാദിക്കാനും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കലാകാരന്മാർ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ഒരു പ്ലേ ബാക്ക് സിംഗറാണ് അൻവർ സാദിഖ്. വെൽക്കം സർ. എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ? പെരുന്നാൾ നോമ്പാണ്, നോമ്പ് പെരുന്നാളാണ്, ചെറിയ പെരുന്നാളാണ്. ഈ സാധാരണഗതിയിൽ പെരുന്നാൾ സമയത്ത് വീട്ടിലുണ്ടാവാറില്ല, ഗൾഫിലെവിടെയെങ്കിലും ഷോ ആയിരിക്കും. ഇപ്പം യുദ്ധം വന്നത് കാരണം നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധവും കാരണം ഈ പശ്ചിമേഷ്യ മുഴുവൻ വലിയ പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട്. ആ പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഒരു സമാധാനം വരുന്ന ഒരു സമയമാകുമ്പോൾ അതിലേക്ക് വീണ്ടും വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഷോ ചെയ്യും. ഷോ സംബന്ധിച്ച് അങ്ങനെയാണ് പെരുന്നാൾ. പിന്നെ റമദാൻ ഇപ്പോൾ നോമ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വീട്ടിലുണ്ട് കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം വളരെ ഭംഗിയായിട്ട് നോമ്പിൻ്റെ പരിസമാപ്തിയിൽ വരുന്ന പെരുന്നാൾ വളരെ ഭംഗിയായിട്ട് കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം നിൽക്കും. അൻവർ എന്ന സിംഗറിനെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ബാല്യകാലം എങ്ങനെയായിരുന്നു? ബാല്യകാലം സ്കൂളിൽ പഠിക്കാൻ പോയി. സ്കൂളിലൊക്കെ പഠിക്കാൻ പോയി, സ്കൂളിൽ പഠിച്ചു, ഹൈസ്കൂളിലൊക്കെ പഠിച്ചു. പിന്നെ ITC ഇലക്ട്രീഷ്യനാണ്, ഇലക്ട്രീഷ്യൻ കോഴ്സ് പാസ്സായി. അതിനുശേഷം ഗാനമേള വേദിയിലേക്ക് വന്നു. അങ്ങനെ കുട്ടിക്കാലം അങ്ങനെ സാധാരണ കുട്ടികൾക്കുള്ളതുപോലെ തന്നെ ഒക്കെ അങ്ങനെ പോയി. ബാല്യകാലത്ത് ഒരു ഏറ്റവും മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ബാല്യകാലത്ത് പെട്ടെന്ന് മറക്കാൻ പറ്റാത്തത്, ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഗാനമേള കേൾക്കൽ ഒരു ഹരമായിരുന്നു. ഗാനമേള വളരെ വളരെ ചെറിയ ഒരു 10 വയസ്സ് സമയത്തൊക്കെ തന്നെ എവിടെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അന്ന് ഗാനമേളകളാണല്ലോ. ഇന്നത്തെ ഈ റിയാലിറ്റി ഷോ ഒന്നും ഇല്ലാത്തൊരു സമയം. അപ്പം എല്ലാം മിക്കവാറും ഉള്ള നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ ഉള്ള പല അമ്പലങ്ങളിലും പല ചർച്ചകളിലൊക്കെ വരുന്ന പ്രോഗ്രാംസൊക്കെ ഓടി നടന്ന് കേൾക്കൽ ഒരു വലിയൊരു ഹരമായിരുന്നു. അതൊരു വലിയ രസകരമായ ഒരിതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സിനിമാ രംഗത്തേക്ക് എത്തുന്നത്? സിനിമാ രംഗത്ത് എത്തുന്നത് ഇതേപോലെ ഈ ഗാനമേള കേൾക്കൽ പറഞ്ഞില്ലേ, അത് അങ്ങനെ കേട്ടു അങ്ങനെ ഗാനമേളയ്ക്ക് പല സമിതികളിൽ പാടാൻ അവസരം കിട്ടി. അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പം അവസരം കിട്ടി. ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 10 വർഷത്തോളം കഴിയുമ്പോഴാണ് മോഹൻ സ്റ്റാർ സാറിൻ്റെ ക്ഷണം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം കൂട്ട് എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പാടി. അങ്ങനെയാണ് സിനിമ സംഗീതവും സിനിമയിലെ പാട്ടുപാടലും ആരംഭിച്ചത്. കുഞ്ഞിൽ വിചാരിച്ചു ഇത്രയും വലിയൊരു പിന്നണി ഗായകനായി മാറും എന്നുള്ളത്? ഇല്ല, ഒരിക്കലും ഇല്ല. ഗാനമേളയ്ക്ക് പാടി ജീവിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. സിനിമയിൽ പാടാൻ ആദ്യം വിളിച്ചപ്പം അവിടുന്ന് ഓടിക്കളഞ്ഞ ഒരു മനുഷ്യനും കൂടെയായിരുന്നു ഞാൻ. അപ്പം പിന്നീട് സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം വീണ്ടും ഞാൻ സാറിനെ വിളിച്ച സമയത്ത് മോഹൻ സാറിനെ ചെന്ന് കാണുകയും അങ്ങനെയാണ് സിനിമയിലേക്ക് ഇങ്ങനെ വരുന്നത്. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സിനിമയിൽ പാടണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരു സമയമായിരുന്നു ഗാനമേളയ്ക്ക് പാടുന്ന സമയം. അതാണ് ഏറ്റവും വലുതെന്ന് കരുതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി പിന്നെ സിനിമയുടെ ആ ഒരു വശവും മനസ്സിലാക്കി സിനിമയിലും പാടേണ്ടതാണ്, സിനിമ പാട്ടുകളും അതും ഒരു ലൈഫിൻ്റെ കരിയറിൻ്റെ വേറൊരു മേഖലയാണെന്നുള്ള കാര്യം സത്യം മനസ്സിലാക്കി അതിലേക്ക് പല ആളുകളുടെയും ഇടപെടൽ കൊണ്ട്, പല അഭ്യുദയകാംക്ഷികളായ ആളുകളുടെയും ഇടപെടൽ കൊണ്ട് സിനിമയിലേക്ക് വന്ന് എത്തിപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. ഏകദേശം 117 സിനിമയിലിട്ട് 137 പാട്ടുകളോളം പാടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും? ഒരു പാട്ട് ഒറ്റ പാട്ടായിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റി, അത് വളരെ സന്തോഷമുണ്ടെന്ന് തോന്നിയ ഒരു ഫേവറേറ്റ് എന്നുള്ളൊരു സംഭവം കാണില്ല. അങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്നാലും ചില പാട്ടുകളുണ്ട്, ചില 2-3 പാട്ടുകളുണ്ട്. അന്ന് ജുഗുനൂരെ എന്നുള്ള പാട്ട്, കാഴ്ചയിലെ
ജൂനൂര് എന്നുള്ള പാട്ട്. അതുപോലെ വീരാളിപ്പട്ട് പൃഥ്വിരാജിൻ്റെ സിനിമയിൽ മുമ്പ് ചിത്രചേച്ചിയോടൊപ്പം ഒരു പാട്ട് പാടിയിരുന്നു. ഇളനീരിൻ തേൻ കുടമുണ്ട് എന്നൊരു പാട്ട്. അതുപോലെ നമ്മുടെ മണിച്ചേട്ടന് വേണ്ടി പ്രമാണി സിനിമയിൽ കറകറങ്ങണ കേങ്ങിണി തറ MJCയുടെ മ്യൂസിക്കിൽ പാടിയിരുന്നു. ദിലീപ് ഏട്ടൻ്റെ മമ്മൂക്ക ദിലീപ് അന്നത്തെ ആ സമയത്തെ ഒരു എന്താ പറയുക മൾട്ടി സ്റ്റാർ ലെവൽ സിനിമ കമ്മത്തേൻ കമ്മത്ത്, അതിൽ നിൻ്റെ പിന്നാലെ എന്നുള്ള പാട്ട്, നിൻ്റെ പിന്നാലെ നടന്നതിൽ പണങ്ങൾ, അങ്ങനെ കുറച്ച് നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആ നിന്റെ പിന്നാലെ നടന്നതിന്റെ റീൽസ് ഒക്കെ ഇപ്പോഴും എല്ലാ തലമുറയും അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ആ ടൈമിൽ അതിനെക്കാട്ടി ഇപ്പോഴാണ് ആ പാട്ട് കുറച്ചുകൂടെ റീൽസിലൊക്കെ വന്ന് വളരെ ഹിറ്റായി മാറി. ഇപ്പോഴും ഇപ്പോഴാണ് അപ്പോഴുള്ള ഹിറ്റും ഇപ്പോഴും അതുണ്ട് എന്നുള്ളതാണ്. ചില പാട്ടുകൾ വന്നു പോകും, പക്ഷെ ഇപ്പോഴും ആ പാട്ട് ഒരു ലൈഫായിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാമോ? നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ, ഹായ് സുന്ദരി നിന്റെ പുഞ്ചിരി എനിക്കൊത്തിരി കൊതിയുണ്ടടി, എൻ്റെ നെഞ്ചോണ്ടൊട്ടൊടി തൊട്ടാ സ്വക്കണത്തെ കാളിപ്പഴമേ, പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ, ഹായ് ഹായ് പെട്ടെന്ന് പാടിയെന്നുള്ളൂ. പിന്നാലെ അത് ആ സമയത്ത് ഞാൻ കുറേ സ്റ്റേജിൽ പാടിയിരുന്നു. 10-15 വർഷം മുന്നേ ഉള്ള പടമാണ്. ഇപ്പോൾ ഒരു വർഷം, ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ പാട്ടിൻ്റെ റീൽസ് ഇങ്ങനെ വരുന്നു. അതായത് നമ്മുടെ സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ, നല്ല വയസ്സായ ആളുകൾ പോലും ഈ റീൽസ് ഭാര്യ ഭർത്താക്കന്മാർ റീൽസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരം. ഇപ്പം മിക്കവാറും ഞാൻ പോകുന്ന വേദികളിൽ തന്നെ പാടിക്കുന്നുണ്ട് ആ പാട്ട്. മിക്കവാറും ആ പാട്ട് പാടണം എന്ന് റിക്വസ്റ്റ് വരുന്നത്. ഒരു 15 വർഷം മുമ്പുള്ള പാട്ടാണെങ്കിലും കൊച്ചു കുട്ടികൾക്ക് ഒരു വളരെ പരിചയമായ ഒരു പാട്ടായി പാട്ട് മാറിക്കഴിഞ്ഞു. കമ്മത്ത് കൊങ്ങിണി ലാംഗ്വേജിൻ്റെ ഒരു ടച്ച് അതിനകത്തുണ്ട്. കൊങ്ങിണി ലാംഗ്വേജ് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആളുകൾ മലയാളം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ആ പാട്ട്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാപ്പിള പാട്ട് ഏതായിരിക്കും? മാപ്പിളപ്പാട്ട് കുറേ പാട്ട് പാടിയിട്ടുണ്ട്. കണ്ണുനീർ പന്തലിൽ എന്നൊരു പാട്ട്. ഒരു പാട്ട് പാടാവോ? കണ്ണുനീർ പന്തലിൽ വാടുന്ന പൂകൾ തേങ്ങവേ, കാത്തു നിൽപ്പൂ നിന്നെ ഞാൻ കൽബിൻ്റെ ജാലകവാതിലിൽ. അതുപോലെ എറണാടൻ കാറ്റ് എന്നുള്ള ഒരു കാസറ്റിന് വേണ്ടി ഞാൻ പാടിയിരുന്നു. സജിറാം സംഗീതത്തിൽ. ജരിഫുന്നവനേ നജിഫുന്നവനേ കരുണാമയനേ കനിവാർന്നവനേ സുബർക്കത്തിൻ അധിപതിയേ, ഒക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 10 വർഷം മുന്നേ പാടിയ പാട്ടുകളാണ് ഇതൊക്കെ. കലോത്സവ സ്റ്റേജിലൊക്കെ പാടുമായിരുന്നു? ഇല്ല, ഞാൻ ഈ സ്കൂൾ ലെവലിലൊന്നും അങ്ങനെ അധികം ഒന്നിനും പങ്കെടുത്തിട്ടില്ല. ഇൻട്രോവേർട്ട് ആയിരുന്നു? ഇല്ല, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ നേരെ ഈ ഇതിലേക്ക് പോയല്ലോ. 10ാം ക്ലാസ് വരെ എനിക്ക് തോന്നുന്നു ഒരൊറ്റ വേദി 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് സ്കൂളിൽ മോണോ ആക്ട് അങ്ങനത്തെ മെമിക്രിയിലൊക്കെ ആയിരുന്നു പങ്കെടുക്കുക. അന്ന് ഒരു ലളിതഗാനത്തിനൊക്കെ പങ്കെടുത്തിരുന്നു. അത് അവിടെ കൊണ്ട് തീർന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ പഠിക്കുന്ന സമയത്ത് സ്റ്റഡി ടൂർ കട്ട് ചെയ്തുകൊണ്ട് ഗാനമേള ഇടിച്ച് കയറി പാടി അങ്ങനെ തുടങ്ങിയതൊരു ഇതാണ്. അത് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. അങ്ങനെ ഗാനമേള കേൾക്കാൻ പോയി അങ്ങനെ അവസരങ്ങൾ ചോദിച്ച് പാട്ടുകാരനായ ആളാണ് ഞാൻ. പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാണ്? പുതിയതിന് ഇപ്പോൾ ലാസ്റ്റ് വന്ന് ഖജുരാഹു എന്നൊരു സിനിമ വന്നു. ഇനിയിപ്പോൾ 2-3 പടങ്ങൾ പാടി വെച്ചിട്ടുണ്ട്, വരണം. ഓക്കെ സാർ, എങ്ങനെയാണ് ഫാമിലി ലൈഫ് ഒക്കെ? വീട്ടിൽ വൈഫ് സുമയ്യ, 3 മക്കൾ, 2 പെൺകുട്ടികൾ, ഇളയത് മകൻ. സുഖം. കുട്ടികളൊക്കെ പഠിക്കുന്നു. മൂത്ത മകൾ മ്യൂസിക് ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ മകൾ ഡിഗ്രി ഫൈനൽ ഇയറാണ്. മകൻ 10ാം ക്ലാസ്. ഇനി പുതിയ പ്ലേ ബാക്ക് സിംഗറിനെ നമുക്ക് കുട്ടികളൊക്കെ ഇതുണ്ട്, ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള കുട്ടികളാണ്. 2 പേര് പെൺകുട്ടികൾ, 2 പേര് വയലിനിസ്റ്റാണ്. മകൻ പിയാനോ പഠിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ അവർ തീരുമാനിക്കും. എക്സ്ട്രാ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പഠിക്കുന്ന ആ ഒരു അക്കാഡമിക് ലെവലിൽ പെട്ടതല്ലാതെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകളും കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഒരു മ്യൂസിക്കിൽ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയത് ആരുടേതാണ്? മീൻസ് ഇതാണ് എൻ്റെ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എൻ്റെ റോൾ മോഡൽ എന്ന് തോന്നിയ ഒരു മ്യൂസിക്? എനിക്കിഷ്ടമുള്ള ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ശങ്കർജിയാണ്. ശങ്കർ മഹാദേവൻ സാറാണ്. ശങ്കർ സാറിൻ്റെ ഏത് പാട്ടാണ്? എല്ലാ പാട്ടും ഇഷ്ടമാണ്. മിക്കവാറുള്ള എല്ലാ പാട്ടും ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ ഒരു വേദിയിൽ പാടി അദ്ദേഹത്തിൻ്റെ ഹിറ്റുകൾ വരും മുന്നേ തന്നെ ഗാനങ്ങൾ ഞാൻ പാടുന്നുണ്ട്. SPBയുടെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. അതിനുശേഷം റഹ്മാൻ്റെ ആ ഒരു റഹ്മാൻജിയുടെ ശങ്കർജിയുടെയൊക്കെ ഒരു കോംബോ കുറേ പാട്ടുകൾ വന്നു. ചന്ദനത്തിൻ്റെ പിന്നെ തനിയെ തന്നെയേ,
അങ്ങനെയൊക്കെയുള്ള കുറേയധികം താലാട്ടും കർട്ടറയും എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പാട്ടുകൾ, ശങ്കർജിയുടെ പാട്ടുകൾ വന്നു. അതൊക്കെ ഞാൻ സ്റ്റേജിൽ പാടുമായിരുന്നു. അപ്പം അങ്ങനെ അന്ന് മുതലേ, ആ കാലഘട്ടം മുതലേ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞു പോയ ഒരു മനുഷ്യനാണ് ശങ്കർ മഹാദേവൻ സാർ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസോട്ട് ഒരു സിമിലാരിറ്റി പലർക്കും ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് എൻ്റെ ഒരു റോൾ മോഡൽ ലൈഫിൽ. ഫേവറേറ്റ് സോങ്സിലൊരു സോങ് വണ്ണു സന്തന തെன்றலை ജന്നൽകൾ ദണ്ഡിത്ത ന്യായമാ ന്യായമാ காதலின் கேள்விக்கு கண்களின் பதில் என்ன മൗനമാ മൗനമാ. അപ്പോൾ സർ, പെരുന്നാളൊക്കെ ഞാൻ ചോദിച്ചു തുടങ്ങിയത് തന്നെ പെരുന്നാളിലാണ്. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട്, ആരാധകരോട് പെരുന്നാൾ ആശംസ പറയാനുള്ളത്? പെരുന്നാൾ എല്ലാ പെരുന്നാളും പോലെ അല്ല ഇപ്രാവശ്യത്തെ പെരുന്നാൾ. ഒരുപാട് കലാകാരർക്ക് ഒരു സങ്കടം ഉള്ളൊരു പെരുന്നാളാണ്. കാരണം ഈ പെരുന്നാൾ സമയത്താണ് മിക്കവാറും ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഗൾഫ് നാടുകളിലൊക്കെ ഷോസ് കിട്ടുകയും അത് പ്രോഗ്രാം ചെയ്ത് അത്യാവശ്യം അടുത്തൊരു 3-4 മാസത്തേക്കുള്ള അന്നത്തിനുള്ള വക ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ഈ പെരുന്നാൾ സമയം. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ഗൾഫ് GCC മുഴുവൻ ഈ യുദ്ധത്തിൻ്റെ ആ ഒരു പ്രശ്നത്തിന് കാരണം ആർക്കും പോകാൻ പറ്റാത്ത, എൻ്റെ തന്നെ 2 പ്രോഗ്രാം ക്യാൻസലായി. അത് പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറയണം, നടന്നു. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വിഷമം പിടിച്ച ഒരവസ്ഥയിലാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാളുള്ളത്. എന്നാലും ഉള്ള വിഭവങ്ങൾ കൊണ്ട് മനോഹരമായിട്ട് പെരുന്നാൾ ആചരിച്ച് ഇങ്ങനെ പോകും. ആർട്ടിസ്റ്റുകൾ ഏത് നിലക്കും എത്ര സങ്കടം വന്നാലും അത് സഹിക്കാനും, എത്ര ചെറിയ സന്തോഷങ്ങളിൽ വല്ലാണ്ട് ആഹ്ലാദിക്കാനും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കലാകാരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഇതും കടന്നു പോകും. ഇനിയും അടുത്ത പെരുന്നാളിലെങ്കിലും വളരെ മനോഹരമായിട്ട് ഈ ഒരു സംഘർഷമൊന്നും ഇല്ലാത്തൊരവസ്ഥ, യുദ്ധമൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്ന് വളരെ മനോഹരമായിട്ട് നല്ലതുപോലെ ആളുകൾ ഈ പ്രോഗ്രാം നടത്തി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഒരു പാട്ടുകൂടെ പാടിത്തരോ പെരുന്നാളിന്? പെരുന്നാൾ. റംലാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് മുത്തിയ രാത്രി, ലൈലത്തുൽ ഖദ്ർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. താങ്ക് യു സർ. ഞാനും വളരെ വലിയൊരു ആരാധികയാണ്. സന്തോഷം സർ. താങ്ക് യു. നമസ്കാരം. പെട്ടെന്നൊരു ചെറിയൊരു 10 മിനിറ്റിലൊരു ഇൻ്റർവ്യൂ. സന്തോഷം, ഞാൻ ആസ്വദിച്ചു. എല്ലാവർക്കും പറഞ്ഞതുപോലെ ഒന്നുകൂടെ ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ.